ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്നാക്സാണ്. വെജിറ്റബിൾ പരിപ്പുവടയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. പരിപ്പെല്ലാം നമുക്ക് നല്ലതുപോലെ കുതിർത്ത ശേഷം ഒന്ന് അരച്ചെടുക്കണം. പിന്നീട് നമുക്ക് കടലപ്പരിപ്പും 3 ഡ്രൈ ചില്ലീസും കൂടെ ചേർത്ത് മിക്സിയിലിട്ട് തരിതരിപ്പോടെ ഒന്ന് അരച്ചെടുക്കണം. ഇനി നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് എടുക്കാം. സവാള, ക്യാരറ്റ്, ക്യാബേജ്, ബീട്രൂട്ട്, ഒരു പച്ചമുളക് അരിഞ്ഞത്, കുറച്ച് മല്ലിയില അരിഞ്ഞത്, ഇത്രയും നമുക്ക് എടുത്തേക്കാം. എരിവ് ആവശ്യമുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാവുന്നതാണ്. ഇനി നമുക്ക് അരച്ചു വെച്ച പരിപ്പിലേക്ക് 1 സ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, ഒരു പച്ചമുളക് ചതച്ചത്, ഇത്രയും 1 സ്പൂൺ കണക്കാക്കി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ഇതിലിപ്പോൾ ഞാൻ ഇത്ര അളവൊന്നും പറയുന്നില്ല. നമ്മൾ എത്ര പരിപ്പാണ് എടുക്കുന്നത്, നമുക്ക് വട എത്ര ആവശ്യമാണോ അതനുസരിച്ചുള്ള പച്ചക്കറികളും പരിപ്പും ആണ് എടുക്കേണ്ടത്. മാവെല്ലാം നല്ലതുപോലെ കുഴച്ചതിന് ശേഷം ഓരോ ഉരുളകളെടുത്ത് കയ്യിൽ വെച്ച് 2 കൈയും കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് വടയുടെ ഷേപ്പെല്ലാം കിട്ടിയിട്ടുണ്ട്. പൊരിക്കാനായിട്ടുള്ള വടയെല്ലാം ഇപ്പം തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് എണ്ണ ചൂടാക്കാൻ വെച്ചേക്കാം. എണ്ണയെല്ലാം നല്ലതുപോലെ ചൂടായതിന് ശേഷം മാത്രമേ വടയെല്ലാം ഇട്ട് കൊടുക്കാവൂ. 1 സൈഡ് എല്ലാം വെന്തതിന് ശേഷം നമുക്ക് തീ ഒന്ന് കുറച്ച് കൊടുക്കാം. പിന്നീട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. നല്ല ഗോൾഡൻ നിറം ആകുന്നത് വരെ വടയെല്ലാം ഒന്ന് പൊരിച്ചെടുക്കണം. അങ്ങനെ തിരിച്ചും മറിച്ചുമിട്ട് എല്ലാ വടകളും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വടയാണ്. കുറച്ച് എരിവെല്ലാം കൂട്ടി വേണം നമുക്ക് ഈ വട തയ്യാറാക്കാൻ. എരിവോടുകൂടി കഴിക്കുമ്പോഴാണ് വളരെ ടേസ്റ്റായിട്ടുള്ളത്. റെസിപ്പി ഇഷ്ടമായാൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പച്ചക്കറികളൊക്കെ കഴിക്കാൻ മടിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ വട ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ വളരെ രുചികരമായ വെജിറ്റബിൾ പരിപ്പുവട റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് മാത്രമല്ല, നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാർ ചെയ്യാൻ പറ്റിയ ഒരു വടയാണിത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസും എന്നെ അറിയിക്കുക.